It's an absolute privilege to see before you one of the milestone moment in our Marcus Knowledge City to present the 3-year integrated degree along with the civil service coaching program on this momentous occasion of the soft launch. This innovative program marks a significant milestone in our mission to empower young minds and shape the future leaders which serve our nation with a distinction career. At Marcus Knowledge City, we believe in fostering education that transcends traditional boundaries. So blending this embodies of these visions, and we offering a unique and transformative pathway for the students aspiring for the both academics as well as this prestigious government service examination, which is sometimes called one of the toughest examination in the world. So why we are thinking about this kind of the program? That is the one of the question in front of us, and before I'm talking to the presentation. So when we analyze the situation in India based on the second ARC commission, which is the Administrative Reform Commission of Government of India, which has pointed out some of the challenges that has been faced by the government job aspirants in India. Plus, particularly in the case of the Kerala, where the aspirants have been facing the numerous issues on their preparation. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയെക്കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ ആലോചിക്കേണ്ട ആവശ്യകത എന്താണ്? അതിന് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ARC റിപ്പോർട്ടിൽ ഊന്നി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു കഴിഞ്ഞൊരു 5-6 വർഷത്തെ ഒരു ട്രെയിനിങ് മേഖലയിലെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്നുമാണ് ഈ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്, 5 ഇഷ്യൂസാണ് സെക്കൻഡ് ARC കമ്മീഷൻ റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള അവയർനെസ്സും ഗൈഡൻസും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനുള്ള സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ഇത് കേരളം അടക്കമുള്ള സ്റ്റേറ്റുകളിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്, ഗവൺമെൻറ് സർവീസിലേക്ക് കടന്നു വരുന്ന ആസ്പിരൻസ് അവരുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷമാണ് ഗവൺമെൻറ് സർവീസ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് പലപ്പോഴും ഒരു കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം, സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ സ്കിൽസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഹൈസ്കൂൾ ലെവലിലോ ഹയർ സെക്കൻഡറി ലെവലിലോ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കണ്ടംപററി ടൈംസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് എത്തിക്കലായിട്ടുള്ള ലീഡേഴ്സിനെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് ആക്ച്വലി നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മളിവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് നമുക്കൊന്ന് വളരെ ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്, 4 കോർ പില്ലേഴ്സിലാണ് ഞങ്ങളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ഡിഗ്രിക്ക് അപ്പുറം, സാധാരണഗതിയിൽ നമ്മൾ BA അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BSc എന്നുള്ള ഡിഗ്രി ആയിരിക്കും നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവുക. അപ്പോൾ NEP-യുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചുകൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രികൾ രാജ്യത്ത് പല യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ആയിട്ടാണ് നമ്മളും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടേത് ഒരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. UPSCയുടെയും മറ്റ് ഗവൺമെൻറ് സർവീസ് എക്സാമിനേഷൻസിൻ്റെയും സിലബസ് അലൈൻ ചെയ്തുകൊണ്ടുള്ള, കാരണം ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് ജനറൽ സ്റ്റഡീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മോർ ഇമ്പോർട്ടൻ്റ്ലി രണ്ടാമത്തതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കോച്ചിങ് എന്നുള്ളൊരു കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ജോബ്
സീക്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് ആസ്പിറൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവരുടെ ആ ഒരു സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് വി ഫോക്കസ് ഓൺ ദ വാല്യൂസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ന് എത്തിക്കൽ ലീഡേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, എത്തിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി ഫോക്കസ് ഓൺ ഇൻസ്റ്റിലിംഗ് ഓൺ മോൾഡിംഗ് ദി മോറൽ വാല്യൂസ്. ദെൻ ദ ഫോർത്ത് വൺ, ദാറ്റ് ഇസ് ദ സ്കിൽസ്. UPSC പോലെയുള്ള എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ആയിട്ടുള്ള എബിലിറ്റി എന്നുള്ളത്. പലപ്പോഴും ഈവൻ ലാബ്സയിൽ നിന്നും, ലാൽ ബഹദൂർ ശാസ്ത്രിയിൽ നിന്നും, മസൂറിൽ നിന്നും ഇറങ്ങുന്ന പല അഡ്മിനിസ്ട്രേറ്റേഴ്സ് പോലും നമുക്ക് കാണുന്നൊരു പ്രശ്നമാണ്. ഗവൺമെൻറ് നിരന്തരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല കൂടിയാണ് ഈ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ എബിലിറ്റി അവർക്ക് ഇൻസ്റ്റിൽ ചെയ്യുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ at the beginning we are looking for that. And above that, what are the essential skills which is required for an administrators? അത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 കോർണർ സ്റ്റോണിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കരിക്കുലം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്കൊന്ന് നാച്ചുറലായിട്ട് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന്, നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി, വി ആർ നോട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദി UPSC. നമ്മൾ UPSC മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും, ഏതൊരു ആസ്പിരൻറ്റിനും ഇന്ത്യയിൽ 500-ലധികം, ടു ബി പ്രിസൈസ് 560ഓളം ഗവൺമെൻറ് സർവീസുകളിലേക്കുള്ള എക്സാംസ് ഒരു വർഷം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഗവൺമെൻറ് സർവീസ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഗേറ്റ് വേ നമ്മളിവിടെ തുറന്നു കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ദെൻ ആ ഒരു ഗേറ്റ് വേയിലേക്ക് പോകുന്ന ഒരു ജേണിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴും മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് ഇല്ലാത്തൊരു എഡ്ജാണ്. ദാറ്റ് ഈസ് ദ ത്രൂ ഔട്ട് ദി മോറൽ മെൻറ്റർഷിപ്പ് എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള, റിഗറസ് ആയിട്ടുള്ള, കൃത്യമായിട്ട് അവരുടെ കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് സിസ്റ്റമാണ് നമ്മളുടെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പ്ലസ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള 21st സെഞ്ച്വറി സ്കിൽസും കൂടെ അലൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ വൺസ് ഒരു വിദ്യാർത്ഥി ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് പറയാൻ പറ്റും അവർക്ക് ഈ പറയുന്ന 4 കാര്യങ്ങൾ ഈ ഒരു 3 ഇയറിൻ്റെ ഉള്ളിൽ അവർക്ക് ലഭിക്കും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഹി ഓർ ഷീ വിൽ ഗെറ്റ് ദ ഡ്യുവൽ എഡ്യൂക്കേഷൻ. കൃത്യമായിട്ട് മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രിയോട് കൂടി പോകുന്നത് കൊണ്ട് തന്നെ, വിത്ത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനോട് അലൈൻ ആയിട്ടുള്ള ഡിഗ്രി അവർക്ക് കിട്ടും. സെക്കൻഡ് തിങ്, ആൻഡ് ദ എഫിഷ്യൻസി, വിച്ച് മീൻസ് നേരത്തെ കീനോട്ട് അഡ്രസ്സിലൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇറ്റ് വിൽ സേവ് ദ ടൈം. കാരണം പലപ്പോഴും പല ആസ്പിരൻസും 4-5 വർഷമാണ് UPSC ജേണിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയം അവർക്ക് ഈ ഒരു ഗ്രാജുവേഷൻ സമയത്ത് തന്നെ എഫേർട്ട് ഇടുകയാണെങ്കിൽ, ലെറ്റ്സ് സേ 21st അല്ലെങ്കിൽ 22nd ഏജ് ആകുമ്പോഴേക്ക് തന്നെ അവർക്ക് സർവീസിലേക്ക് കയറാനുള്ളൊരു സാധ്യത അവിടെ നമ്മൾ തുറന്നിടുകയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, കരിയർ ക്ലാരിറ്റിയുടെ ഒരു കുറവാണ്. പലപ്പോഴും പല ആസ്പിരൻസും നമ്മൾ കണ്ടത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ ഈ ഒരു ജേണിയിലേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ പല ആൾക്കാരുടെയും ആപ്റ്റ്യൂഡ് ഒരു ഗവൺമെൻറ് സർവീസിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് പറ്റിയതായിരിക്കില്ല എന്നുള്ളതാണ്. സോ നിരന്തരമായിട്ട് നമ്മൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ജോബ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന അവരുടെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഇതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഈ 3 സബ്ജക്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്നൊരു കാര്യമാണ് സബ്ജക്റ്റ് മാസ്റ്ററി എന്നുള്ളത്. അക്കാദമിക്കായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഡ്ജ് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ മിനിമം നമുക്ക് ഒരു ആസ്പിരൻറ്റിന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇൻ നട്ട്ഷെൽ, ഇങ്ങനെ ഈ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് എക്സലൻസ്, ദ ഓപ്പർച്യൂണിറ്റി ടു ദ ഗവൺമെൻറ് ജോബ്സ്, ദെൻ 21st സെഞ്ച്വറി സ്കിൽസ് ആൻഡ് എത്തിക്കൽ ലീഡർഷിപ്പ്, ഇതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് സിവിൽ സർവീസ് പ്രോഗ്രാംസ്. ആൻഡ് വി കോൾ ദാറ്റ് ഹാൻസെ പ്ലസ്. ഹാൻസെ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ടേമാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് റിഫ്ലക്ഷൻ ത്രൂ ദി ലൈഫ് ലോങ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ടേം നമ്മൾ കടം കൊള്ളത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ്. സോ ഐ എം ജസ്റ്റ് സമ്മിങ് അപ്പ് മൈ presentation. So we believe together, let's build an empowered, ethical and educated India. Thank you.